നമ്മളെ വൈകുന്നേരം ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ അടുക്കളയ്ക്ക് വന്നതാട്ടോ. എന്നിട്ട് ഈ പാൽപ്പൊടി നമ്മൾ കലക്കിയിട്ട് തൈരിലേക്ക് വേണ്ടിയിട്ടാട്ടോ നമ്മളിന്ന് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി അത് കുറച്ച് സാലഡ് ഉണ്ടാക്കി കഴിച്ചിട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് എന്തെങ്കിലും കറി മാത്രം ആയിട്ട് ഇന്നത്തെ ദിവസം കഴിക്കാമെന്ന് വെച്ചു. 2 ദിവസമായി പച്ചക്കറി മേടിക്കണം എന്ന് വിചാരിക്കും, പക്ഷേ മേടിക്കാൻ പോകാൻ മടി. നമ്മൾ പുറത്തോട്ട് കുറേ നാൾ ഇറങ്ങാതെ ഇരുന്നിട്ട് പിന്നെ ഒരു പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര മടി. പിന്നെ അതുമല്ല കാലിലും കൈക്കൊക്കെ ചെറുതായിട്ട് പെയിനും ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് പോക്കൊന്ന് ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമ്മളൊരു സാലഡ് ഉണ്ടാക്കി. ക്യാരറ്റ്, ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒരു സാലഡ് ഉണ്ടാക്കി. ക്യാരറ്റ് എന്ന് പറയണം. ഒരു സാലഡ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പപ്പടം നന്നായിട്ട് ഒരു 4-5 എണ്ണം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ ഒരു 2 വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്തോട്ട് പച്ചമുളക് വേണ്ട, ഞാൻ ജസ്റ്റ് ഒരു പച്ചമുളക് എടുത്ത കറിവേപ്പില ഉപ്പൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ എളുപ്പപ്പണിക്കാണ് കേട്ടോ, മടിച്ചായത് കാരണം കൊണ്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും തക്കാളി സോസുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സാധാരണ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെയാണ് വേണ്ടത്. ഞാൻ എളുപ്പപ്പണിക്ക് അതങ്ങനെ ചെയ്ത്. പിന്നെ ഇതിനകത്ത് മുളക് ക്രഷ് ചെയ്തിട്ടുള്ള മുളക് ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ അവിടെയും ഞാൻ എൻ്റെ എളുപ്പപ്പണിയാണ് നോക്കി. ക്രഷ് ചെയ്ത മുളകില്ല ഒന്നാമത്തെ, രണ്ടാമത്തെ ക്രഷ് ചെയ്യാൻ എന്താ പറയുക ഒരു മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ അതിനകത്ത് ഇച്ചിരി ഉപ്പുണ്ടല്ലോ, പിന്നെ കുറച്ച് രീതിയിൽ ഉപ്പ് ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതും കൂടെ ആയിട്ട് ഇന്നത്തെ ചോറിന് ഇതൊക്കെയുള്ളൂ കേട്ടോ സാധനങ്ങൾ. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.